ക്ഷേമ പെൻഷൻ വിവാദത്തിലൂടെ വാർത്തകളിൽ നിറഞ്ഞ 78കാരി മറിയക്കുട്ടിയും തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിലുണ്ടാകും. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ പിച്ച് ചട്ടിയെടുത്ത സർക്കാരിനെതിരെ പ്രതിഷേധത്തിനിറങ്ങിയതോടെയാണ് മറിയക്കുട്ടി വാർത്തകളിൽ നിറഞ്ഞത്. വിധവാ പെൻഷൻ ലഭിക്കാത്തത് ചോദ്യം ചെയ്ത് സർക്കാരിനെതിരെ മറിയക്കുട്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ BJP വേദിയിലും മറിയക്കുട്ടി എത്തുകയുണ്ടായി. ന്യൂനപക്ഷ മോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിസ്തുമസ് സായാഹ്നത്തിലാണ് ഉദ്ഘാടകയായി മറിയക്കുട്ടി പങ്കെടുത്തത്. അതിനുശേഷമാണ് വീണ്ടും BJPയുടെ വേദിയിൽ മറിയക്കുട്ടി എത്തുന്നത്. മറിയക്കുട്ടിയെ കൂടാതെ നടിയും നർത്തകിയുമായ ശോഭന, ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നു മണി, ഗായിക വൈക്കം വിജയലക്ഷ്മി, മൃഗസംരക്ഷണ പ്രവർത്തക ശോശാമ്മ ഐപ്പ് എന്നിവരും മഹിളാ സംഗമത്തിന്റെ ഭാഗമാവും. ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തും. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിൽ ഇറങ്ങും. തുടർന്ന് 8 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച് വൈകിട്ട് 3 മണിയോടെയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുക. ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയോട് കൂടിയാണ് പ്രധാനമന്ത്രി പൊതുസമ്മേളനം നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തിലേക്ക് പ്രവേശിക്കുക. മഹിളാ സമ്മേളനത്തിൽ 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്നാണ് BJP വ്യക്തമാക്കുന്നത്. വൈകിട്ട് 5 മണിയോടെ പ്രധാനമന്ത്രി മടങ്ങും. തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. രാവിലെ 11 മണി മുതൽ നഗരത്തിലും പരിസര പ്രദേശത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിപ്പിക്കാതെ തന്നെ വഴി തിരിച്ചുവിട്ടു. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരും വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവരും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന വിവരം മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നും BJP നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നാണ് ട്രാഫിക് പോലീസ് അറിയിച്ചത്. SPG ഉദ്യോഗസ്ഥർ, കളക്ടർ VR കൃഷ്ണതേജ, സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയത്.